മുല്ലപ്പെരിയാർ ഡാമിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്തണമെന്നത് കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര ജല കമ്മീഷന്റെ നിർദ്ദേശം. നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി വ്യക്തമാക്കി. ഒപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള സ്വതന്ത്ര ഏജൻസി ഡാം സുരക്ഷ സംബന്ധിച്ച് പഠനം നടത്തണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ സമരസമിതി അടക്കം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്നത് ഒരു ഇന്റർനാഷണൽ ഏജൻസി ഈ ഡാമിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും ഈ ഡാം ആണെങ്കിൽ സേഫ് ആണെന്ന് പറയുകയും അൺസേഫ് ആണെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അത് ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് മറ്റ് ബദൽ മാർഗം എന്താണെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ മധ്യസ്ഥതയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്ന നിർദ്ദേശമാണ് ഇപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഈ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ ഉത്തരവിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഭ്രംശമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമിന്റെ ഭൂകമ്പ പ്രളയ പ്രതിരോധ സുരക്ഷ, ഘടനാപരമായ സുരക്ഷ എന്നിവയുടെ വിശദമായ പരിശോധനയാകും നടത്തുക. സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി ഇതിനു മുൻപ് 2011 ഇത്തരമൊരു വിശദ പരിശോധന നടത്തിയത്. 2021 ഡാം സേഫ്റ്റി ആക്ട് പ്രകാരം ഇത്തരം പരിശോധന 2026 മാത്രം നടത്തിയാൽ മതിയെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് തീരുമാനമുണ്ടായത്. പരിശോധനയിൽ കേരളത്തിന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടായാൽ അത് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ കേരളത്തിന്റെ വാദങ്ങൾക്ക് ബലമേകും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.